ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആര്യോടാ ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം ഇങ്ങനൊരു കോണ്ടന്റ് പറഞ്ഞു, അല്ലെ ഇങ്ങനൊരു കോൺസെപ്റ്റ് പറഞ്ഞു. സാധാരണ ചില ചില ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയ്യോ അത് വേണോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, നമുക്ക് അങ്ങോട്ട് ഇറങ്ങണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ പലയിടത്തു നിന്നും ഉം. കേട്ടിട്ടുണ്ട്. അപ്പം ആര്യയുടെ അടുത്ത് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പം ശരിക്കും ആര്യ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ. ആ. പിന്നെ കുഴപ്പമില്ല ചെയ്യാന്നുള്ളൊരു ഉം. മൈൻഡ് സെറ്റായി. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ ഫസ്റ്റ് കോണ്ടന്റ് ഒക്കെ നമ്മള് വീഡിയോ ഒക്കെ പുറത്തിറങ്ങി ശേഷം വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടില്, നാട്ടില്, ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? എന്റെ കുഴപ്പമൊന്നുമില്ല. ഉം. ഇവക്ക് പിന്നെ ഇവരുടെ വീട്ടില് എല്ലാരും സ്ക്രീൻഷോട്ട് കമന്റ് ഒക്കെ എടുത്ത് അയച്ചു തരുന്നു. ആ. എല്ലാരും എന്തിനാ ഇങ്ങനത്തെ കണ്ടിട്ട് ചെയ്യുന്നേ, ഉം. ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങ് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ആ, ആ. വീട്ടിലൊക്കെ വഴക്ക് പറയുമായിരുന്നു. പിന്നെ ഓക്കെ. നമ്മള് കാര്യമൊക്കെ അത് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നിർത്തി ഓക്കെ. അവര്. അപ്പൊ അപ്പൊ ആര്യ എന്ത് പറയും? തിരിച്ചങ്ങോട്ട് എന്ത് പറയും? ഞാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ അല്ലേ, പിന്നെന്താ കുഴപ്പമില്ലല്ലോ. ആ, ആ. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പം ലാലേട്ടൻ വന്നിട്ട് പുള്ളിയുടെ ഏത് ലുക്ക് കാണിച്ചൊരു വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടാലും അതിന്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് ഇടാറുണ്ട്. നമ്മളിപ്പം ഉം. അല്ലേ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ആ, ഓക്കെ. അപ്പോ അതിനുശേഷമാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ടത്.